ഇന്നുവരെ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തെ കേരളത്തിലെ പ്രതിപക്ഷമോ പ്രതിപക്ഷ നേതാവോ പിന്തുണച്ചിട്ടുണ്ടോ? ഇപ്പൊ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു. ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ നല്ലൊരു പങ്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള മുതിർന്നവർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ടാവും. എല്ലാവരും സ്വീകരിക്കുന്നതാണത്. പക്ഷേ അതിനെ കൈക്കൂലി എന്ന് ആക്ഷേപിക്കുകയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതാവ് ചെയ്തത്. കൈക്കൂലി എന്ന് വിളിച്ച് ക്ഷേമ പെൻഷൻ അർഹരായ 62 ലക്ഷം മലയാളിയെ അപമാനിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. എല്ലാ നല്ല കാര്യങ്ങളോടും ഇതാണ് സമീപനം. വിഴിഞ്ഞം പോർട്ട്, വയനാട് തുരങ്കപാത എല്ലാറ്റിനെയും എതിർക്കുകയാണ് ചെയ്തത്. തീരദേശപാത, മലയോര ഹൈവേ എല്ലാറ്റിനെയും എതിർക്കുകയാണ് ചെയ്തത്. എതിർത്തുകൊണ്ട് സമരം ചെയ്യാൻ ശ്രമിച്ചു. 4 പേരുടെ പിന്തുണ തികച്ചു കിട്ടാതെ തുടങ്ങാൻ ഉദ്ദേശിച്ച സമരങ്ങളെല്ലാം പരിഹാസ്യമായി. അപ്പോ സമരം നിർത്തി, പകരം കോടതിയിൽ പോയി എല്ലാറ്റിനുമെതിരെ കേസ് കൊടുക്കുക. കോവിഡിന്റെ കാലത്ത് മനുഷ്യജീവൻ സംരക്ഷിക്കാൻ സർക്കാർ അശ്രാന്ത പരിശ്രമം നടത്തുമ്പോൾ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച സ്പ്രിംഗ്ലറിനെതിരായി കോടതിയെ സമീപിച്ചു. വാഹനാപകടങ്ങൾ കുറയ്ക്കാൻ AI ക്യാമറകൾ സ്ഥാപിച്ചപ്പോ അതിനെതിരെ കോടതിയെ സമീപിച്ചു. ലോകത്തിലാദ്യമായി ഇന്റർനെറ്റ് ഡിവൈഡ് ഇല്ലാതാക്കാൻ സൗജന്യ നിരക്കിൽ ഇന്റർനെറ്റ് നൽകാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി K-Phone, അതിനെതിരായി കോടതിയെ സമീപിച്ചു. എല്ലാ കേസിലും തോറ്റു. പ്രതിപക്ഷ നേതാവ് കോടതിയിൽ പോവുക എന്ന് പറഞ്ഞാൽ തോൽക്കാനായി പോവുക എന്നായി അർത്ഥം. അവസാനം കോടതി തന്നെ സഹികെട്ട് ഈ ശല്യക്കാരനായ വ്യവഹാരിയെ ഇനിമേൽ ഈ വഴിക്ക് വരരുത് എന്ന് കർശനമായി പറയേണ്ടി വന്നു. അന്ന് കോടതി പറഞ്ഞ വാക്ക് ആത്മാഭിമാനത്തിന്റെ കണികയെങ്കിലുമുള്ള ഒരാൾക്ക് സഹിക്കാനാവാത്തതാണ്. കോടതി ചോദിച്ചു, നിങ്ങൾക്ക് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ? അതാണ് ചോദിച്ചത്. പബ്ലിക് ഇൻട്രസ്റ്റ് ഹർജി, പൊതു താല്പര്യ ഹർജി സമർപ്പിച്ചപ്പോ കോടതി ചോദിക്കുന്നു, ഇതിലെവിടെ പൊതു താല്പര്യം? ഇത് പൊതു താല്പര്യമല്ല, പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണ്. നിങ്ങൾ ആളാവാൻ നോക്കുന്നതാണ് എന്ന് മലയാളം. നിങ്ങൾ പ്രശസ്തി നേടാൻ, ആളറിയാൻ, വാർത്തയിൽ ഇടം പിടിക്കാൻ, അതിനുവേണ്ടിയാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. അതെടുത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു. അല്പമെങ്കിലും മാനാഭിമാനമുള്ള ഒരാളാണെങ്കിൽ കോടതിയുടെ ഈ പരാമർശം താങ്ങില്ല. പക്ഷെ പ്രതിപക്ഷ നേതാവിന് അത് ബാധകമല്ലാത്തത് കൊണ്ട് ആ പ്രശ്നം തോന്നിയിട്ടുമില്ല. അദ്ദേഹം ഇപ്പോ വ്യാപകമായ നുണപ്രചാര വേല കെട്ടഴിച്ചു വിട്ടുകൊണ്ട് ഒരു ജാഥ നടത്തുകയാണ്. മലയാളിയെ പറ്റിക്കാൻ പച്ചക്കള്ളം ആവർത്തിച്ചു പറഞ്ഞ് കേരളത്തിലെ മഹത്തായ നേട്ടങ്ങളെല്ലാം ചർച്ച ചെയ്യാതിരിക്കാൻ വിവാദങ്ങൾ, വിലക്കെടുക്കപ്പെട്ട മാധ്യമങ്ങളുമായി ചേർന്ന് വിവാദങ്ങൾ ആഘോഷിക്കാനുള്ള പുറപ്പാടിലാണ്. ഒന്നേ പറയാനുള്ളൂ, ഇവിടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും ഒരു മുന്നണിക്ക് രാഷ്ട്രീയാധികാരം കിട്ടുക, ആരെങ്കിലും കുറച്ചുപേർ മന്ത്രിമാരാവുക, ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രിയാവുക എന്നതൊന്നുമല്ല പ്രസക്തം. പിന്നെയോ ഈ നാടാർജിച്ച പുരോഗതി, നമ്മുടെ നാടിന്റെ വ്യാവസായിക അഭിവൃദ്ധി, ജനങ്ങളുടെ ജീവിതത്തിലുണ്ടായ നേട്ടം, അതിദാരിദ്ര്യം തുടച്ചു നീക്കിയത്, പവർ കട്ട് ഇല്ലാതാക്കിയത്, റോഡുകൾ ലോകോത്തരമാക്കിയത്, ആശുപത്രികളും സ്കൂളുകളും ചരിത്രത്തിലെ ഏറ്റവും മികച്ച നിലവാരത്തിലേക്ക് ഉയർന്നത്, ഇതൊന്നും നിന്നു പോകരുത്, നിലച്ചു പോകരുത്, കേരളം തകരരുത്. അതാണ് പ്രശ്നം.